അപ്പോൾ ഇന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ലേശം കൂന്തൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ ഇന്ത്യൻ കടയുണ്ട്. അപ്പോൾ നേരെ അങ്ങടെ വെച്ച് പിടിച്ചു. ആകെ 2 മൈലുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അവിടേക്ക്. അപ്പോൾ നേരെ ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തു. പാർക്കിംഗ് സ്ലോട്ട് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. നേരെ കടയിലേക്ക് കയറി. കടയിൽ നമ്മൾ പറയാ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര ചെറുതല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പച്ചക്കറി ആയാലും ശരി, നാട്ടിലെ ഓൾമോസ്റ്റ് ഇതെന്താണ് കുമ്പളങ്ങയിലല്ല, വെള്ളരിക്ക. പിന്നെ ഇതിൻ്റെ പേരൊന്ന് വൈഫിനോട് നീതിനോട് ചോദിക്കണേ, ഞാൻ മറന്നുപോയി. പിന്നെ അത് കത്തിരിക്ക, അങ്ങനെ സകലമാന പച്ചക്കറികളുടെ പേരൊക്കെ ചോദിച്ചാൽ ഞാൻ ഭയങ്കര പരാജയമായിരിക്കും കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അതേ മറ്റേ ചക്കക്കുരു, ചേമ്പ്, കിഴങ്ങ്, അങ്ങനെയുള്ള ഈ അല്ലറ ചില്ലറ എല്ലാ പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന പോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അത് ഇത്, പിന്നെ സ്നാക്സ്, പിന്നെ തേങ്ങ നാട്ടിൽ കുലിക്കണ പോലെ കുലിക്കൊക്കെ നോക്കി ഒരെണ്ണം മേടിച്ചു. ഒരു തേങ്ങയ്ക്ക് ഇവിടെ ഏകദേശം ഒരു 100 രൂപ വിലയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹൈലൈറ്റ്. നമ്മുടെ പഴംപൊരി ബീഫ്, ബനാന ഫ്രൈ, ഇടിയപ്പം, പിന്നെ അങ്ങനെയുള്ള കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ നമുക്ക് അങ്ങനെയുള്ള കാറ്റഗറി, പിന്നെ ഫ്രോസൺ ഫിഷ്, നെയ്മീൻ, അത് ഇതെല്ലാം മറ്റേ ഫ്രോസണാണ്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കാണാനാണ് മൊത്തം സ്പൈസസും കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഞാൻ മേടിക്കാൻ വന്നത് തന്നെ ഇതല്ല, ഇത് നമ്മുടെ ഞണ്ടും കുഴപ്പമില്ല. ഒരു പാക്കറ്റ് ഞണ്ടുണ്ട്, അതിനകത്ത് ഏകദേശം ഒരു 10 ഉണ്ട്. അതിന് ഏതാണ്ട് ഒരു 800 രൂപ, നാട്ടിലൊരു 800 രൂപ വിലയുണ്ട്. ഇത് മേടിക്കാനാണ് ഞാൻ വന്നത്. കൂന്തലിന് ഏകദേശം ഒരു 650 രൂപയാണ് ആ കണ്ടൊരു പാക്കറ്റിന്, നാട്ടിലെ ഏകദേശം വില. പിന്നെ അതിനകത്ത് എന്താ പറയുക, വലിയ ചെമ്മീൻ, ഞണ്ടിൻ്റെ വേറെ വെറൈറ്റി. പിന്നെ ഇത് നമ്മുടെ നമ്മുടെ ആലുവ അൽസാജിലൊക്കെ കിട്ടുന്ന പോലത്തെ നീരാളി, ഒക്ടോപ്പസ്, കല്ലുമ്മക്കായ, അങ്ങനെ വേണ്ട കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കക്ക, ഇത് നമ്മുടെ നാട്ടിലൊക്കെ കക്ക ഞാൻ കറുത്താണ് കണ്ടേക്കണത്. ഇതിപ്പോൾ വെള്ള കളർ കക്കയൊക്കെ കണ്ടു, എന്നാലും ഗുഡാണ്. പിന്നെ ഇതേപോലെ ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ നമ്മുടെ ആലപ്പി ഫിഷ് കറി, മാങ്ങാക്കറി, പിന്നെ ഇടിയപ്പം, ഈ വക എല്ലാ പരിപാടിയും നമ്മുടെ ഇവിടെ കിട്ടും. നമ്മുടെ നാട് ഒരു കാരണവശാലും മിസ് ചെയ്യില്ല, കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെയും കിട്ടും. അപ്പോൾ അതെല്ലാം ഫ്രോസൺ ആയിരിക്കും എന്ന് മാത്രം, ഫ്രോസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റഡ് ഫോം ആയിരിക്കും എന്ന് മാത്രം. പക്ഷേ എന്നാലും നമുക്കെല്ലാം